ഹായ് എവരിവൺ. അപ്പോൾ PK ലേണിങ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഏതാണ്? എക്സൈസിൻ്റെ അബ്കാരി ആക്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അബ്കാരി ആക്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് അബ്കാരി ആക്ട് കൊണ്ടുവന്നത്, എന്തൊക്കെയായിരുന്നു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതിനകത്ത് എന്താണ് പ്രധാനമായും പറയുന്ന വസ്തുതകൾ എന്താണ് ജൂറിസ്ഡിക്ഷൻ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട ഓഫീസർമാരെന്താണ്, അവരുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്താലാണ് കുറ്റങ്ങളാകുന്നത്, ഇതെല്ലാമായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 3ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇല്ലീഗലായിട്ട്, അപ്പം നമ്മൾ ലൈസൻസ് ഇല്ലാതെ കൈവശം വെച്ചിരിക്കുന്നതും ലൈസൻസ് ഇല്ലാതെ നമ്മൾ കടത്തിയതും ലൈസൻസ് ഇല്ലാതെ എന്ത് ചെയ്തിരുന്നു, അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ ലൈസൻസ് ഇല്ലാതെ അല്ല പബ്ലിക് പ്ലേസിൽ ചെന്നിരുന്ന് മദ്യപിച്ചതും ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കൈവശം വെച്ചതും ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കടത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. അടുത്ത പോകാൻ പോകുന്നത് ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. സെക്ഷൻ 55 അത് പറയുന്നത്. 55 അതിനകത്ത് ഇല്ലീഗൽ ഇമ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട്, അത് മാത്രമല്ല ഹൂ എവർ ഈ പറയുന്ന ആക്ടിൻ്റെ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇമ്പോർട്ട് മാത്രമല്ല ഇമ്പോർട്ട് എക്സെട്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, അതല്ല എക്സ്പോർട്ട് അതൊന്ന് ഇമ്പോർട്ട് ചെയ്തു, എക്സ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട്, ട്രാൻസിസ്റ്റ്, പ്രോസസ്സ്, ലിക്കറോ മറ്റേതെങ്കിലും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗുകളോ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവരെല്ലാം ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദിസ് ആക്ട് എന്നുള്ളതാണ്. ഓർ എനി റൂൾ ആർ മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്ന വസ്തുക്കൾ ഇല്ലെങ്കിൽ വസ്തു എന്നിവിടെ ഞാൻ പറയുന്നത് എന്താണ്? ലിക്കറാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയോ ഇല്ലീഗലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസിസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പം എഗെയിൻസ്റ്റ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാം, അത് ലീഗലി നമ്മൾക്ക് അലൗഡ് ആയിട്ടുണ്ട്. നിങ്ങളൊരു പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളൊരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുക, ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓക്കെയാണ്. അതല്ലാത്ത പക്ഷം ചെയ്യുന്നതെല്ലാം എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആണ്. സോ ഫസ്റ്റ് വൺ, വിത്തൗട്ട് ഒബ്റ്റെയിനിങ് എനി ലൈസൻസ് ഫ്രം എ കൺസേൺഡ് അതോറിറ്റി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. അത് തന്നെ ഇമ്പോർട്ടൻ്റ്, ഇല്ലീഗലി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അടുത്തതാണ്, ഇതിനെ നിങ്ങൾ എന്താണ് ഇല്ലീഗലായിട്ട് മാനുഫാക്ചർ ചെയ്യും. സോ ഇല്ലീഗലാണ് ഈ പറയാൻ പോകുന്ന എല്ലാം ഇല്ലീഗലായിട്ട് ലീഗൽ അല്ല. യു ആർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് എ ലൈസൻസ് ഓർ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് എ പെർമിഷൻ യു ആർ ഡൂയിങ് സച്ച് ആൻഡ് സച്ച് തിങ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നിങ്ങളത് ഇമ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തു. അടുത്തത് ഈ സാധനത്തേക്ക് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നു. എന്താണ് ഈ ലൈസൻസ് ഇല്ലാതെ ഇരുന്ന് കുക്കറിനകത്തും കലത്തിലും കുടത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ലിക്കറിനൊക്കെ ഇരുന്ന് ഉണ്ടാക്കുന്നു, വാറ്റുന്നു. അടുത്തയാണ് ടാപ്സ് ഓർ കോസസ് ടു ബി ടാപ്ഡ് എനി ടോഡി പ്രൊഡ്യൂസിങ് ട്രീ. ലൈസൻസ് ഒക്കെ ഇല്ലാതെ ഈ ടോഡി പ്രൊഡ്യൂസിങ് ട്രീകളെ വൻതോതിലായിട്ട് എന്താണ് കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് യൂസിന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങും അതിനകത്തിരിക്കുന്ന തെങ്ങുത്തിനകത്തിരിക്കുന്ന കുടത്തിനകത്തിരിക്കുന്ന കള്ളൊക്കെ എടുത്ത് കുടിക്കുന്നത് പോലെയല്ല, എന്താണ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നത്, വൻതോതിലുണ്ടാക്കി സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാപ്പ് ചെയ്യുന്നു, അത് കോസസ് ടു ബി ടാപ്ഡ്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എന്താണ് ഈ അൺഓതറൈസ്ഡ് ആയിട്ട് ട്രീയിൽ നിന്ന് ടോടി ഈ പറയുന്ന കള്ള് ഉൽപ്പാദിപ്പിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ഡിസ്റ്റിലറികൾ ഉണ്ടാക്കുന്നു, ബ്രൂവറികൾ, വൈനറികൾ, ഇതെല്ലാം ഈ പറയുന്ന ലിക്വർ മറ്റേ നമ്മുടെ ബിയർ, വൈന്, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള ആൽക്കഹോൾസ്, ലിക്വേഴ്സ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, ഡിസ്റ്റിലറികൾ എന്താണ് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്നത്. ഇരിക്കട്ടെ നമുക്ക് ഓർണം, ഇനി പോയി കടയിലൊന്നും പോകാൻ, കടയല്ല ഷോപ്പുകളിലൊന്നും പോകാൻ വയ്യ, എന്താണ് വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് കരുതി ഇവിടെ ഒരു ഡിസ്റ്റിലറിയെ അങ്ങ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡിസ്റ്റിലറി വേണ്ട, നമ്മളുടെ വീട്ടിൽ ഈ പറയുന്ന നമ്മളുടെ അല്ല ഈ ലിക്വർ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻടോക്സിക്കേറ്റഡ് ഡ്രഗ്സുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, മറ്റേ വലിയ പ്രഷർ കുക്കറുകൾ, വലിയ വലിയ കലങ്ങൾ, കുടങ്ങൾ, ഇതെല്ലാം ഉണ്ട് യൂട്ടൻസിൽസ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അപ്പാരറ്റസ്, അതൊക്കെ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. ഇതിനെയൊക്കെ ഇങ്ങനെ ഒരു കലത്തിൻ്റെ മണ്ടേ മറ്റൊന്നൊക്കെ വെച്ച് ഒരു ട്യൂബൊക്കെ വെച്ച് എന്താണ് തണുപ്പിച്ചെടുക്കുകയാണ്.
ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന സാധനമാണ്, ആൽക്കഹോൾ അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ തണുപ്പിച്ച് കണ്ടൻസ് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഏത് ഇതായിക്കോട്ടെ, ഇനി സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് ലിക്കറാണ്. അതർ ദാൻ ടോഡി ഓർ ഇനി ടോഡി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഈ സാധനമൊന്നും വേണ്ട. ടോഡി മറ്റേ തെങ്ങിൻ്റെയോ പനയുടെയൊക്കെ മുകളിൽ നിന്ന് കിട്ടുന്ന സാധനമല്ല. പക്ഷേ ചിലതൊക്കെ ഇത് എന്താണ്, ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞാലും കള്ളത്തരത്തിലൊക്കെ ഉണ്ട്, മറ്റേ പൊടിയൊക്കെ കലക്കിയ ഐറ്റങ്ങളൊക്കെ വരും, അത് വേറെ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോഡി അല്ലാതെ നമ്മൾ കണ്ട അരാക്ക്, ചാരായം, അതല്ലാന്നുണ്ടെങ്കിൽ ബിയർ, വൈന്, ഇല്ലെങ്കിൽ ലിക്കറുകൾ, ഇത് അല്ലെങ്കിൽ സ്പിരിറ്റുകൾ, ആൽക്കഹോൾസ്, ഇതെല്ലാം നിർമ്മിക്കാൻ ആവശ്യമായ പാത്രങ്ങൾ, പാത്ര സാധനങ്ങൾ, യുട്ടൻസിൽസ്, അപ്പാരറ്റസ് എന്ത് തന്നെ ആയിക്കോട്ടെ ഇതും. ഇനി ബോട്ടിൽ നമ്മൾ കണ്ടതാണ് ഡെഫിനിഷൻ പാർട്ടിൽ. ബോട്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ്, വലിയ പിന്നെ കാസ്കേഡുകളിലൊക്കെ ഉണ്ടാക്കി വലിയതായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ, ചെറിയ ചെറിയ ബോട്ടിലുകളിനകത്തേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ ഇത് സെയിൽ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഇല്ലീഗലാണ്. നിങ്ങൾ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിന്, ഈ നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതെന്ത് ചെയ്തിരുന്നാലും, ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തിരുന്നാലും ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അടുത്തത് ഓക്കെ, ഇതിൻ്റെ ഡിയും ഇയും ഒഴികെ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോഡിയുമായി ബന്ധപ്പെട്ടതാണ്, അത് ഒഴികെ ബാക്കി എല്ലാത്തിനും കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 years ആണ് ഫൈൻ എന്ന് പറയുന്നത്. എന്താണ്, നോട്ട് ലെസ് ദാൻ 1 lakh rupees ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം കണ്ട ഈ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റിലറികൾ, ബ്രൂവറികൾ, വൈനറികളൊക്കെ നിർമ്മിച്ച് വയ്ക്കുന്നു, പാത്രങ്ങളൊക്കെ ഇതിനാവശ്യമായ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നു, ഇതിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതെന്താണ് ഈ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽസുകൾ കീപ്പ് ചെയ്യുന്നു, ഇതിനെ സെയിൽ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അതിനെല്ലാം എത്രയാണ് പണിഷ്മെൻറ്റ്? അതിനെല്ലാം ഉള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10 years ആണ്. 10 yearsഉം അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 1 lakh rupeeയുമാണ്. ഇനി ഡിയും ഇയും ക്ലോസ് എന്താണ്? ടോഡി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടോഡി റിലേറ്റഡ് ആയിട്ടുള്ളത് അതായത് കള്ള്, അതുമായിട്ടാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 1 year ആണ്. ഫൈൻ എന്ന് പറയുന്നത് 10,000 rupees, കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിയും ഇയും എന്താണ്, പ്രൈവറ്റ് യൂസിനല്ലാതെ സ്വന്തം വീട്ടിൽ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോയി ഇച്ചിരി കള്ള് കുടിക്കണമെന്ന് തോന്നി, വീട്ടിൽ തെങ്ങിൽ കള്ളുണ്ട്, അപ്പോൾ എന്താണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, മറ്റേ കുടമൊക്കെ വെച്ചിരിക്കുന്ന ഐറ്റമാണ്, അത് ഇച്ചിരി കഴിച്ചെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമല്ല, അത് പ്രൈവറ്റ് യൂസാണ്. എന്നാൽ ഇത് കൊമേഴ്ഷ്യലി ലൈസൻസ് ഒന്നുമില്ലാതെ നിങ്ങളത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, 1 yearഉം അതല്ലെങ്കിൽ എത്രയാണ്, 1 yearഉം അതുപോലെ തന്നെ 10,000 rupeesഉമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 56ൻ്റെ അടുത്ത പ്രൊവിഷനകത്ത് പറയുന്നു, സെക്ഷൻ 56 പറയുന്നത് ഫോർ മിസ്കണ്ടക്ട് ബൈ ലൈസൻസി. ഓക്കെ, ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്താണ്, ലൈസൻസ് മേടിച്ചിരിപ്പുണ്ട്. എന്തിനുള്ള ലൈസൻസാണ് ഇവൻ മേടിച്ച് വെച്ചിരിക്കുന്നത്? ഈ ലിക്കറൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ലൈസൻസാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ലൈസൻസ് അവൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ അവനുള്ളൊരു പെർമിഷനാണ്. ഈ ആക്ട് പ്രകാരം എന്താണ്, ഈ ആക്ട് പ്രകാരം ഒന്നുകിൽ ഈ പറയുന്ന എന്താണ്, ഇപ്പം മിതേഷ് പോയി, നിതിൻ വന്നു, അപ്പം മിതേഷിന് പകരം നിതിൻ കയറിയിരിക്കുമ്പോൾ നിതിൻ ഈസ് അണ്ടർ ദി അതോറിറ്റിയാണ്, അപ്പോൾ പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പെർമിഷനോട് കൂടി ലൈസൻസ് ഉള്ള മിതേഷിൻ്റെ ജോലിക്കാരനാണ് ആരെന്ന് പറയുന്നത്, നിതിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നിതിൻ ഈ ലൈസൻസി ഹോൾഡറിൻ്റെ എംപ്ലോയിയോ എന്ന് പറയുന്നത് എന്താണ്, ഫെയിൽസ് ടു പ്രൊഡ്യൂസ് ലൈസൻസ് ഓൺ പെർമിറ്റ്, അതായത് അബ്കാരി ഓഫീസർ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, എവിടെടാ നിൻ്റെ ലൈസൻസ് എന്ന് ചോദിച്ചപ്പോൾ നിതിൻ പറയാം, ഞാൻ കാണിക്കത്തില്ല, എൻ്റെ ആരാണ് മിതേഷ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരത്തതേ ഇല്ലെന്ന് പറയുകയാണ്, മുട കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ വിൽഫുള്ളി ഡസ് ഓർ ഓമിറ്റ്സ് ടു ഡു എനിത്തിങ്, അതായത് ലൈസൻസ് മേടിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷോ അതല്ലെങ്കിൽ നിതിനോ എന്ത് ചെയ്യുകയാണ്, ഈ ആക്ട് പ്രകാരം ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്നത് ഇത്ര ക്വാണ്ടിറ്റി ലിക്കർ ഉണ്ടാക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. പക്ഷേ അതിൽ കൂടുതലാണ് എന്താണ്, സ്വന്തമായിട്ടൊരു ഡിസ്റ്റിലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗവൺമെൻറ് പറയുന്നതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ
അപ്പോൾ അതെന്താണ്, ഈ ലൈസൻസിയുടെ അഹങ്കാരമല്ലേ, അല്ലെങ്കിൽ ലൈസൻസിയുടെ മിസ്കണ്ടക്റ്റ് അല്ലേ. അഹങ്കാരം എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ലൈസൻസിയുടെ മിസ്കണ്ടക്റ്റാണ്. അപ്പോൾ നമ്മുടെ നിതിൻ എന്ന് പറയുന്ന ലൈസൻസ് ഈ രൂപേണ എന്ത് ചെയ്യുകയാണ്, മിസ്കണ്ടക്റ്റ് കാണിച്ചു. എന്തൊക്കെ മിസ്കണ്ടക്റ്റാണ് കാണിച്ചത്? മറ്റേ നമ്മുടെ ഓഫീസർ, മറ്റേ എക്സൈസ് കമ്മീഷണർ വന്ന് ചോദിച്ചു എവിടെ ലൈസൻസ് എവിടെയെന്ന് വെച്ച് പറഞ്ഞ് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങനെ മിസ്കണ്ടക്റ്റ് കാണിക്കുന്നെങ്കിൽ അവിടേക്കുള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ 56-നകത്ത് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഈ ലൈസൻസിയുടെ കയ്യിലിരിപ്പ് നോക്കിക്കോണം. പെർമിറ്റ്സ് ഡ്രങ്കണ്ണസ് റയോട്ട് ഓർ ഗെയിമിങ് ഇൻ എനി പ്ലേസ് ഇൻ വിച്ച് എനി ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിങ്, അതായത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ലൈസൻസ് ഉള്ള ഒരു ലൈസൻസ് ഹോൾഡറാണ്. ഓക്കെ, ഈ ലിക്കർ മാനുഫാക്ചർ ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള അതിനുള്ളത് അധികാരമേ ഉള്ളൂ, ഇല്ലെങ്കിൽ അതിനുള്ള പവറേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ നിതിനും കൂട്ടാളികളും ചേർന്നൊരു വലിയ, അതായത് ഒരു ഓപ്പൺ ബാറൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ നൃത്യങ്ങളൊക്കെയാണ്, നടിമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ എന്താണ് നൃത്യങ്ങളൊക്കെ നടക്കും. അത് മാത്രമല്ല ഗെയിമിംഗ് ഉണ്ട്. ലിക്കർ കഴിക്കാൻ മാത്രമല്ല അവിടെ ഗെയിമിംഗ് ഉണ്ട്, ഇരുന്ന് മദ്യപിക്കാൻ സ്ഥലം ഒരുക്കി ഇട്ടിരിക്കുകയാണ്. അത് ബാറല്ല, ബാറിനല്ല ആര് വെച്ചിരിക്കുന്നത്, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതേഷ് അവിടെ അല്ല, ബാറിൽ നിന്നും അല്ല ലൈസൻസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്ന ലൈസൻസ് എന്താണ്, നിങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്ന ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാനും വിൽക്കാനും ഉള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ പ്രിമൈസിൽ ഇത് ഇരുന്ന് മദ്യപിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനും ഗെയിമിംഗ് നടത്താനുമുള്ള പരിപാടികളൊന്നുമില്ല. അത് ഈ പറയുന്ന ലൈസൻസ് ഹോൾഡറുടെ മിസ്കണ്ടക്റ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നൊട്ടോറിയസ്ലി ബാഡ് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാർ, മറ്റേ ഗുണ്ടാത്തലവന്മാരൊക്കെ ഇല്ലേ, ഗുണ്ടകൾക്കൊക്കെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഈ സ്ഥലത്തിനെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഈ സീക്രട്ടായിട്ട് എല്ലാത്തിനും വന്ന് കാണാനും ഇവരുടെ എഗ്രിമെൻറ്റുകളൊക്കെ നടത്താനും ഒക്കെ ആയിട്ടുള്ള സ്ഥല സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പണിയാണ് ആർക്ക്, ഈ പറയുന്ന ലൈസൻസി ഹോൾഡറിനെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ എന്താണ് ഇതുമായിട്ട് കൺവിക്ഷന് ചെല്ലുമ്പോൾ എന്താണ്, ഓൺ കൺവിക്ഷൻ ബിഫോർ എ മജിസ്ട്രേറ്റ് ബി പണിഷ്ഡ് ഫോർ ഈച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്, ലൈസൻസ് ഹോൾഡറോ ദാറ്റ് മീൻസ് ലൈസൻസിയോ, ലൈസൻസിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയോ ഈ തരത്തിൽ മിസ്കണ്ടക്റ്റ് കാണിച്ചാലുള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസവും ഫൈൻ എന്ന് പറയുന്നത് 25,000. കുറച്ചേ ഉള്ളൂ. അപ്പോൾ വിചാരിക്കും 6 മാസമെങ്കിൽ 6 മാസം ആര് പോയി, എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയറിലല്ല അതിൻ്റെ മുതലാളി പോയി കിടക്കുകയൊന്നുമില്ല. ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവന്മാരെങ്ങനെ പോയി കിടക്കുമായിരിക്കും. അതിൻ്റെ പണിഷ്മെൻ്റ് എത്രയാണ്, 6 മാസവും അതുപോലെ തന്നെ 25,000 റുപ്പീസുമാണ് ഇതിൻ്റെ പണിഷ്മെൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ എന്താണ്, മിസ്കണ്ടക്റ്റ് ബൈ ലൈസൻസിയാണ്. ലൈസൻസികൾ മിസ്കണ്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരുടെ എന്ത് തരത്തിലുള്ള മിസ്കണ്ടക്റ്റാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ലൈസൻസ് എന്ന് പറയുന്നത് എന്തിനാണ്, ഇൻസ്പെക്ഷന് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തില്ല. അതല്ലെങ്കിൽ ഈ പ്ലേസിൽ അവിടെ ഇരുന്ന് മദ്യപിക്കാനും ഗെയിമുകൾക്കും അതല്ലാന്നുണ്ടെങ്കിൽ നൊട്ടോറിയസ്ലി ബാഡ് ക്യാരക്ടറായിട്ടുള്ള അവന്മാർക്കൊക്കെ കണ്ടുമുട്ടാനുള്ള മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഈ സ്ഥലത്തെ കൊടുക്കുന്നു. ഇതിനെല്ലാമുള്ള പണിഷ്മെൻ്റാണ് 6 തൊട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റാണ്, എനി മജിസ്ട്രേറ്റിന് പണിഷ്മെൻറ്റ് കൊടുക്കാവുന്ന ഒഫൻസാണ്. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം ഇനി അടുത്ത 56-ന്റെ A പറയുന്ന മറ്റൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അലൗവിങ് കൺസംഷൻ ഓഫ് സർട്ടൻ പ്രിപ്പറേഷൻസ് അതായത് ബിസിനസ് പ്രിമൈസുകൾ, അതായത് മാനുഫാക്ചർ ആൻഡ് സ്റ്റോക്കിംഗ് ഓഫ് സച്ച് പ്രിപ്പറേഷൻസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് കെമിസ്റ്റുകൾ, ഡ്രഗിസ്റ്റ്, അപ്പോത്തിക്കരി, ഈ വൈദ്യൻ എന്നുള്ളതാണ്, കീപ്പർ ഓഫ് എ ഡിസ്പെൻസറി ഓർ വൈദ്യശാല, അവിടെയൊക്കെ അതായത് ഈ വൈദ്യശാലകളും എല്ലായിടത്തും മരുന്നിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഹോമിയോ മെഡിസിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ചെറിയ തോതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്ന മെഡിസിൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിനകത്ത് എന്താണ് 56-ന്റെ A പറയുന്നത് അലൗവിങ് കൺസംഷൻസ് ആണ്. അലൗവിങ് കൺസംഷൻ ഓഫ് സർട്ടൻ പ്രിപ്പറേഷൻ ആണ്. ഇവിടെ നോക്കിക്കുക, വാക്കുകളുടെ പ്രത്യേകത ഉണ്ടോ, വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ആണ്. കൺസംഷൻ ഓഫ് സർട്ടൻ പ്രിപ്പറേഷൻസ് ആണ്. ഈ പ്രിപ്പറേഷൻസ് നടത്തുന്ന പ്രിമൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനുഫാക്ചർ ആൻഡ് സ്റ്റോക്കിംഗ് ഓഫ് സച്ച് പ്രിപ്പറേഷൻ, അത് ഇവിടെ ഇരുന്ന് മാനുഫാക്ചർ ചെയ്യുക. മറ്റേ ഹോമിയോ ഗുളികകളൊക്കെ ഉണ്ടല്ലോ, കഴിച്ച ഒരു തരം ചെറിയൊരു ഇതേപോലുള്ള ഒരു ആൽക്കഹോളിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്ന ഒരു തരത്തിലുള്ളതാണ്. അപ്പോൾ കെമിസ്റ്റോ,
ഡ്രഗിസ്റ്റോ അതല്ലെങ്കിൽ അപ്പോത്തിക്കരികൾ. അപ്പോത്തിക്കരി എന്നൊക്കെ പറഞ്ഞാൽ പഴയ വാക്കാണ്, നമുക്കറിയാം. ആക്ട് 1077 കിടക്കുന്ന ആക്റ്റാണ്. ഇനി ഇവർക്കെല്ലാം വൈദ്യശാലകളിലൊക്കെ പണ്ട് ഒക്കെ വൈദ്യശാലകളിലൊക്കെ അപ്പൂപ്പന്മാരൊക്കെ കിട്ടാത്തപ്പോൾ എന്ത് പോയി അരിഷ്ടം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ മേടിച്ച് കഴിക്കത്തില്ലേ? അത് കഴിക്കത്തില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അറിയുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്ന് പറയുന്നത് അത് കൺസ്യൂം ചെയ്യുകയോ അത് പ്രിപ്പയർ ചെയ്യുകയോ ആ പ്രിമൈസുകളിൽ ബോണഫൈഡ് ട്രീറ്റ്മെൻറ്റിനോ അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ തടയുന്ന ഡിസീസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടല്ലാത്ത പക്ഷം, അപ്പോൾ ആദ്യം ഇവർക്കൊക്കെ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇവന്മാർക്കൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ തരത്തിൽ അവരുടെ മരുന്നിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവർ ഈ പറയുന്ന ലിക്കറോ ഇൻടോക്സിക്കേറ്റിംഗ് ഈ ഡ്രഗ്സുകളോ എന്ന് പറയുന്നത് ബോണഫൈഡ് ട്രീറ്റ്മെൻറ്റിനല്ലാതെയോ അതല്ലാതെ മറ്റൊരു അസുഖം ഭേദമാക്കുന്നതിനോ അല്ലാതെയാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനിയാണ് പറയാൻ പോകുന്നത്, പണിഷ്മെൻറ്റിലേക്ക് എത്താൻ പോകുന്നത്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു, അത് അല്ലെങ്കിൽ നിർമ്മിക്കാൻ കാരണമാകുന്നു, അതല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്നു, ഇതല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യശാല ഇല്ലെങ്കിൽ അപ്പോത്തിക്കരികളുടെ ഈ നാട്ടുവൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത് ഈ പറയുന്ന അവിടെ ഇതൊന്നുമല്ല, അവിടെ ഈ പറയുന്ന കള്ളും അതെല്ലാം എന്നുണ്ടെങ്കിൽ രോടി അതെല്ലാം എന്നുണ്ടെങ്കിൽ അരാക്ക് ഈ വക ഐറ്റങ്ങളൊക്കെയാണ് അവിടെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻ്റ് ആണ്. 5 വർഷം വരെ പോകാം. ഫൈൻ എന്ന് പറയുന്നത് എത്ര വരെ 50,000 rupees വരെ ആകാവുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 56 പ്രകാരം കുറച്ചാൾക്കാർ, ഈ കുറച്ചാൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്റ്റ്, ഡ്രഗിസ്റ്റ്, അപ്പോത്തിക്കരി അതല്ലെങ്കിൽ കീപ്പർ ഓഫ് എ ഡിസ്പെൻസറി, ഇവർക്കൊക്കെ എന്തിനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന മെഡിസിൻസിൻ്റെയൊക്കെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ചെറിയ തോതിൽ മാനുഫാക്ചർ ചെയ്യാനും അതിനെ ആഡ് ചെയ്യാനും ഒക്കെ അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ രോഗം ഭേദമാക്കുന്നതിനല്ലാതെ അതല്ലാതെ ഇവർ മറ്റു രീതിയിലേക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വരെ പോകാം? 5 വർഷവും 5 ഇയറും. ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 rupees ആണ് ഫൈനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഈ പറയുന്ന തരത്തിലുള്ള വസ്തുക്കൾ ആരെങ്കിലും കൺസ്യൂം ചെയ്തിട്ട് ഈ പറയുന്ന തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞ പ്രിമൈസുകളിൽ അപ്പോത്തിക്കരി, ഡ്രഗിസ്റ്റ്, കെമിസ്റ്റ്, വൈദ്യശാലകൾ ഇവിടെയൊക്കെ ഏതെങ്കിലും അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതൊക്കെ അതായത് ഈ എന്തിനു വേണ്ടിയിട്ടല്ലാതെ അസുഖത്തിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുന്ന പോലെ ഇവിടെയൊക്കെ ചെന്നിരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിനാണ് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. പണിഷ്ഡ് ഫൈനാണ്. അത് 5,000 rupees വരെ പോകാവുന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫൈൻ പറയുന്നത്. അപ്പോൾ 2 രീതിയിൽ ഇതൊക്കെ ചെയ്താലൊരു കുറ്റം അവിടെ ചെന്നിരുന്ന് മദ്യപിക്കുന്നവർക്കുമാർക്കും ഉണ്ട്. 5,000 രൂപ വരെ പണിഷ്മെൻറ്റ് കിട്ടാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നതാണ് പൊസഷൻ ഓഫ് ഇല്ലിസിറ്റ് ലിക്കറിൻ്റെ അതായത് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യാജമദ്യങ്ങളുടെ പൊസഷനാണ്, കൈവശം വെച്ചിരിക്കാൻ പോവുകയാണ്. ഏതൊരാളാണോ വിത്തൗട്ട് ലോഫുൾ അതോറിറ്റി പെർമിഷൻ ഇല്ലാതെ അയാളുടെ കൈവശം ഈ ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ എന്ന് പറഞ്ഞാൽ ലിക്കറായിരിക്കാം, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ആയിരിക്കാം, ഇതെന്ന് പറയുന്നത് അൺലാഫുൾ, അതായത് നമ്മുടെ നിതിനറിയാം ഇത് അൺലാഫുൾ, ലൈസൻസ് ഇല്ലാതെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്തത് നിതിന് വ്യക്തമായിട്ട് അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ തന്നെയാണ് നിതിൻ ഇത് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. മറ്റേ ലയൺ സിനിമയിൽ ദിലീപ് ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ലയണിനെ പോലെ അല്ലെങ്കിൽ ദിലീപിനെ പോലെ ആകാനാണ് നമ്മുടെ നിതിൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അത് മാനുഫാക്ചർ ചെയ്യുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇല്ലീഗലാണ് എന്നറിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും എങ്കിൽ നിങ്ങൾക്കുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷവും ഫൈൻ എന്ന് പറയുന്നത് 1 lakh rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇല്ലിസിറ്റ് ലിക്കർ. അപ്പോൾ ഇതുവരെ കണ്ടതും എന്ത് തന്നെയാണ്, ഇത് പല രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒഫൻസുകൾ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന സെക്ഷൻ 58ൻ്റെ പ്രത്യേകത ലോഫുൾ അതോറിറ്റി ഇല്ലാതെ
എന്താണ് ലോഫുൾ അതോറിറ്റി. കാരണം നമ്മൾക്ക് എന്തിനുള്ള അതോറിറ്റി ഈ നിയമം തന്നെ നിയമപ്രകാരം പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോ, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തോ, നിങ്ങൾ ട്രാൻസ്പോർട്ട് നടത്തിക്കോ, നോ പ്രോബ്ലം. പക്ഷെ എന്ത് ചെയ്യണം? ഓൺലി വിത്ത് എ ലോഫുൾ അതോറിറ്റി. ലോഫുൾ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ലൈസൻസ് മേടിച്ചുകൊണ്ട് ചെയ്തോ, കുഴപ്പമില്ല. ആ ലൈസൻസ് ഒപ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില എന്താണ് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റേഷൻസ്, അതിൻ്റെ റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ വയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യും? കള്ളത്തരത്തിലുണ്ടാകും. കള്ളത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെയൊക്കെ ഈ പണികൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ ഇതാണ് 10 വർഷവും അതുപോലെ തന്നെ 1 lakh rupees അതിൻ്റെ ഫൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മളിതിനെ സെയിൽ ചെയ്യാൻ പോവാണ്. സർട്ടൻ പ്രിപ്പറേഷൻസ് സെയിൽ ചെയ്യാൻ പോവാണ്. എന്താണ് സെയിൽ ചെയ്യാൻ പോകുന്നത്? ഇത് ഐറ്റം എന്ത് തന്നെയാണ്? ലിക്കർ തന്നെയാണ്. ആരായിക്കോട്ടെ, ഹൂ എവർ, ആര് വേണമെങ്കിലും അങ്ങ് ആണോ പെണ്ണോ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈസൻസ് ഇല്ലാത്തവന്മാരോ ഉള്ളവന്മാരോ ആരായിക്കോട്ടെ, ഇവർ ഈ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ അല്ല, കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോളിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഹൂ എവർ സെൽസ് എനി പ്രിപ്പറേഷൻസ് ആണ്. അത് ആൽക്കഹോളിന് പകരം കൊടുക്കാവുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്നറിഞ്ഞ് വെച്ചുകൊണ്ട് ഇതിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിന് പകരമോ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിന് പകരമോ വിൽക്കാൻ പറ്റുന്ന സാധനമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് നിങ്ങളിത് സെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഫൈൻ എന്ന് പറയുന്നത് 50,000 rupees അതല്ലെങ്കിൽ എത്രയായിരിക്കും? 50,000 rupees അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തുമായിരിക്കും. എന്നാൽ ഇതെന്ന് പറയുന്നത് മെഡിസിനൽ പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ടോ മെഡിസിനൽ പർപ്പസുകൾക്ക് വേണ്ടി ബോണഫൈഡ് ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പകരമുള്ള ഈ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്സെപ്ഷൻ കേസ് എന്താണ്? നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽ നടത്താം. സെയിൽ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോണഫൈഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, മെഡിസിനൽ പർപ്പസുകൾക്കാണ്, മെഡിസിനൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. അവിടെ സ്പിരിറ്റ് ആൽക്കഹോൾ തന്നെ കൊണ്ട് കൊടുക്കണമെന്നില്ല, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ഡിസീസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ ബീയിങ്സിനുണ്ടാകുന്നതായിക്കോട്ടെ ആനിമൽസിനുണ്ടാകുന്നതായിക്കോട്ടെ അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഇത് കുറ്റകരമാണ്. എത്ര കിട്ടും? 5 വർഷവും എത്രയാണ്? 50,000 രൂപയും കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതാണ് 58ൻ്റെ ബിയിൽ മറ്റൊരാളെ പറയുന്നു. ഓക്കെ, മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അതായത് ഓഫ് സർട്ടൻ പ്രിപ്പറേഷൻ. ഇവിടെ ഈ സർട്ടൻ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽക്കഹോളുകളാണ്, ലിക്വറുകളാണ്. അപ്പോൾ ഏതേ ഒരു വ്യക്തി ആയിക്കോളട്ടെ ഈ ആക്ടിൻ്റെ നിയമത്തിൻ്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളത് മാനുഫാക്ചർ ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ മാനുഫാക്ചർ ചെയ്യുന്ന എന്താണ്? അതായത് ആൽക്കഹോളിന് പകരം ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിലോ അതല്ലെങ്കിൽ ആഡ് എനി സബ്സ്റ്റൻസ് വിച്ച് വെൻ സ്വാലോഡ് ഓർ ഇൻഹെയിൽഡ് ബൈ, അത് കഴിക്കുകയോ അതല്ലെങ്കിൽ വിഴുങ്ങുകയോ അതല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ ശരീരത്തിൽ ഇൻജെക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൽ ഹ്യൂമൻ ബീയിങ്സിന് ഇൻടോക്സിക്കേഷന്, ഡ്രൗൺസ്നെസ്, സ്ലീപ്പ്, ഒരു സ്റ്റുപ്പിഫിക്കേഷൻ, ഇൻസ്റ്റെബിലിറ്റി, ഇൻസെൻസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ആൽക്കഹോളുകളാണെങ്കിൽ, അപ്പോൾ ഇത് കണ്ടോ 58ൻ്റെ ബിയിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ഇതുവരെ കണ്ട അരാക്ക്, ടോഡി, ബിയർ ആ വക ഐറ്റങ്ങളല്ല. ഇവിടെ ആൽക്കഹോളിന് പകരമുള്ള സബ്സ്റ്റൻസ് ആണ്. പക്ഷേ ഈ സബ്സ്റ്റൻസുകളും നിങ്ങളത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ സ്വാളോ ചെയ്യുന്ന സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത്, ഇൻജെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലത് എന്തുണ്ടാക്കും? നിങ്ങളിലുണ്ടാക്കുന്ന ഇൻടോക്സിക്കേഷനാണ്. അതെന്താണ്? ആ ഒരു ഏത് രീതിയിലായി പോവും? നമ്മളിൽ മനുഷ്യന്മാരിൽ അതൊരു ലഹരി ഉണ്ടാക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള വസ്തുവാണ് നിങ്ങൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. ഈ പറയുന്ന ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ കമ്മീഷണർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വഴിയല്ല നിങ്ങൾ ഈ പറയുന്ന ആൽക്കഹോൾ ഉണ്ടാക്കുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം വരെയും അത് ഫൈൻ 25,000 rupees ആയിരിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ എന്തൊക്കെയാണ്
ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ എന്താണ് ആൽക്കഹോൾ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് ഉണ്ടാക്കുന്നത്. ആൽക്കഹോൾ സബ്സ്റ്റിറ്റ്യൂട്ടുകളും ഹ്യൂമൻസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകാം? ഇൻടോക്സിക്കേഷൻസ് ഉണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകാം? ഒരു ഇൻസെൻസിബിലിറ്റിയാണ്. നമ്മൾ എന്താണ് കുടിച്ച് മതോന്മത്തനായിരിക്കുന്ന അവസ്ഥയിൽ ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ്, സെൻസുകളില്ല, അതൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എക്സൈസ് കമ്മീഷണറുടെ ഒപ്പീനിയനിൽ അതല്ലെങ്കിൽ അവിടുന്ന് അപ്രൂവൽ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ഇയറും 25,000 റുപ്പീസുമാണ് പണിഷ്മെൻറ്റ് കിട്ടുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു മെഡിസിനൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടോ മെഡിക്കൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടോ ഒരു ഹ്യൂമൻസിന് ആനിമൽസിന് ഉണ്ടാകുന്ന ഒരു രോഗം തടയുന്നതിനോ ഇല്ലെങ്കിൽ ആ മരുന്നുകൾ ഉണ്ടാക്കുന്നതിലൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രശ്നമില്ല. ഇനി അടുത്ത കാര്യം എന്താണ്? ഇതേ രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അതെന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ഒന്നുകിൽ ആൽക്കഹോൾ തന്നെയാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ നേച്ചറുള്ള മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വെച്ചുകൊണ്ട് ആഡ് ചെയ്തെടുത്ത മിക്സ്ചറാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും? ആൽക്കഹോളിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് നിങ്ങൾ കമ്മീഷണർ അപ്രൂവൽ ചെയ്യാത്ത ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കൊണ്ടുള്ള ആൽക്കഹോളിക് പ്രോഡക്റ്റുകളൊക്കെയാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്ന സെൽസ് അതല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ആൽക്കഹോളിക് പ്രിപ്പറേഷനാണോ ആ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മീഷണർ അപ്രൂവ് ചെയ്തിട്ടുള്ളതല്ലെങ്കിൽ അത് ഒരു കുറ്റമാണ്. അത് അതിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 ഇയറാണ്. 3 ഇയറും അതുപോലെ തന്നെ 25,000 റുപ്പീസുമാണ് കിട്ടുന്നത്. ഇതും കോമ്പീറ്റൻറ്റ് കോർട്ടാണ്. ഇത് കൺവിക്ഷൻ ബിഫോർ എ കോമ്പീറ്റൻറ്റ് മജിസ്ട്രേറ്റ് കോർട്ടാണ് ഇവിടെയും പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ എക്സെപ്ഷണൽ കേസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിന് യൂസ് ചെയ്യാം? നിങ്ങൾ മെഡിസിനൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യത്തെ പറഞ്ഞത് ഇല്ലീഗലായിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ആ വക കാര്യങ്ങളാണ്. അതിനുള്ള പണിഷ്മെൻറ്റ് 10 വർഷവും 1 ഇയറുമാണ്. മറ്റേ ടോഡി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? അതിന് മാത്രം പറയുന്നത് 1 ഇയറും 10,000 റുപ്പീസുമാണ്. പിന്നെ ലൈസൻസുകളുടെ മിസ്കണ്ടക്റ്റ് ആയിരുന്നു അടുത്തത് പറഞ്ഞത്. ലൈസൻസുകൾ മിസ്കണ്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പറഞ്ഞത് 6 വർഷവും അതല്ലെങ്കിൽ എത്രയാണ്? 6 വർഷമല്ല, 6 മന്താണ്. 6 മന്തും അതുപോലെ തന്നെ 25,000 റുപ്പീസുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ വൈദ്യന്മാർ, വൈദ്യശാലകൾ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുന്നു, അവരവരുടെ മെഡിസിൻ അല്ലാതെ ഉള്ളതൊക്കെ തരത്തിലുള്ളതൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നു. അതിനുള്ള പണിഷ്മെൻറ്റ് 5 വർഷവും 50,000 രൂപയാണ്. അവിടെ ചെന്നിരുന്ന് മദ്യപിച്ചവന്മാർക്ക് എത്രയാണ്? 5,000 രൂപയാണ്. ദെൻ ഇനി ഇല്ലിസിറ്റായിട്ട് നിങ്ങൾ ലിക്കർ, അതായത് ലോഫുൾ അതോറിറ്റി ലോഫുൾ അതോറിറ്റി ഇല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ലിക്കറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പൊസഷനൊക്കെ കൈവശമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺലോഫുള്ളായിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ് എന്നൊക്കെയുള്ള അറിവോടുകൂടി നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷവും 1 lakh റുപ്പീസുമാണ് അവിടെ പറയുന്നത്. ദെൻ ഇനി അടുത്താണ് മറ്റേ പ്രിപ്പറേഷൻസ്, സെയിൽ ഫോർ സർട്ടൻ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്, ആൽക്കഹോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 5 വർഷവും 50,000 രൂപയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ഇല്ലീഗലായിട്ട് വരുന്ന ഒഫൻസുകളായിട്ട്. ലാസ്റ്റ് ഇതിനകത്ത് നിങ്ങളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൂടി നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ഈ എക്സൈസ് ആക്ടിനകത്ത് നിങ്ങൾക്ക് എക്സൈസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സിലബസ്, ആസ് പെർ സിലബസ് ഉള്ള എല്ലാ സംഗതികളുമാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ദെൻ നിങ്ങളുടെ ലിമിറ്റാണ് പറയുന്നത്. ടോഡി ആണെങ്കിൽ 1.5, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ IMFL അത് 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ, വൈൻ 3.5, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ 2.5, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. നമ്മുടെ ഗവൺമെൻറ് ഓർഡറിൻ്റെ ഇതിനനുസരിച്ച് ഈ പറയുന്ന ലിമിറ്റുകളൊക്കെ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? സ്റ്റേറ്റിന് ടൈം ടു ടൈം ഇതനുസരിച്ച് ഇതാണ് കൈവശം വയ്ക്കാവുന്നത്.
ഇത് വ്യക്തികൾക്ക് കൈവശം വയ്ക്കാൻ ബൈ പേഴ്സൺ ആണ്, കണ്ടോ, അതും കൂടെ നോക്കിക്കോണം. കണ്ടോ, ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന എന്താണ് ലിമിറ്റാണ്, ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ടോഡി ആണെങ്കിൽ 1.5. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അത് നമ്മുടെ ഡെഫിനിഷൻ പാർട്ടിനകത്തുണ്ട് എന്താണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നുള്ളത്. ദെൻ ബിയർ ആണ്, അത് 3.5 വയ്ക്കാൻ പാടുള്ളൂ. വൈൻ എത്രയാണ്, 3.5 ലിറ്റർ വരെ കൊണ്ടുപോകാം. ദെൻ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെന്നുണ്ടെങ്കിൽ 2.5, അതും നോക്കിക്കോണം, നമ്മുടെ ഡെഫിനേഷനകത്തുണ്ട്. കൊക്കോ ബ്രാൻഡി എന്ന് പറയുന്നത് 1 ലിറ്റർ വരെ കൈവശം വയ്ക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മളുടെ എക്സൈസ് ആക്റ്റുമായി സംബന്ധിച്ച കാര്യങ്ങൾ മെയിനായിട്ട്. അപ്പോൾ എക്സൈസ് ആക്റ്റുമായി ബന്ധപ്പെട്ട ആക്ട് എന്താണ്, ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്താണ്, ഇത് എപ്പോൾ വന്നു, എപ്പോഴാണ് ഇവരുടെ നിന്ന് അസെൻറ്റ് കിട്ടിയത്, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒഫൻസുകൾ എന്താണ്, ദെൻ ഇതിൻ്റെ ഡെഫിനിഷൻ പാർട്ടുകൾ എന്താണ്, എന്തൊക്കെയാണ്, ആരാണ് ഇതിൻ്റെ ഓഫീസർമാർ, ആരാണ്, എന്താണ് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, എന്താണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്, എത്ര ക്വാണ്ടിറ്റി വരെ കൊണ്ടുപോകാമെന്നുള്ളതാണ്, ഒഫൻസ് എന്താണ്, പണിഷ്മെൻറ്റുകൾ എന്താണ്. സോ പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 8, സെക്ഷൻ 13, 15, 15ൻ്റെ എ ബി സി, ദെൻ 55 ആണ്. 55ൻ്റെ എ തൊട്ട് ജെ വരെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ദെൻ 56, 57 ആൻഡ് 58. ദെൻ അതോറിറ്റീസ് എന്ന് പറയുന്ന കമ്മീഷണർമാരാണ്. ഇത്രയും. ഇത് കൂടാതെ നിങ്ങൾക്കുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റ് ആയിട്ട് പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ് അതോറിറ്റി, അതിൻ്റെയൊക്കെ ചുമതലകളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആരാണ്, ഇപ്പോഴാരൊക്കെയാണ് അത് ചെയ്യുന്നത്, പുതിയതായിട്ട് എന്തെങ്കിലും അതിനകത്ത് ഇനിയിപ്പം ഓരോ ദിവസവും മാറ്റങ്ങൾ വരാമല്ലോ, ഓരോ ദിവസവും ഇതിനകത്തൊക്കെ മാറ്റം വരാം. ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. നാളെ ഇതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും നോക്കിക്കോണം. ഓക്കെ. സോ അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് പഠിച്ച് എക്സൈസ് എക്സാമിനൊക്കെ എഴുതി എക്സൈസ് ഓഫീസർമാരൊക്കെ ആയിട്ട് വരിക. സോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ശരി, ബൈ.